ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നൊരു നൈറ്റി സ്റ്റിച്ചിങ്ങിലാണ് കേട്ടോ. നമ്മൾ സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അളവെല്ലാം വെച്ച് നമ്മൾ കൈക്കുഴി ഇതുപോലെ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ഇതിന് മുന്നേ ഇട്ടൊരു വീഡിയോയിൽ കൈക്കുഴി എങ്ങനെ കയ്യിൽ സ്ലീവ് എങ്ങനെ വെട്ടണമെന്നുള്ള കൃത്യമായിട്ട് അളന്ന് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണാം. ഇതൊരു 50 സൈസിലാണ് കേട്ടോ ഈ നൈറ്റി. അപ്പോൾ നമ്മൾ ഹിപ്പിൻ്റെ ഭാഗത്തുനിന്ന് കറക്റ്റ് എ ലൈനായിട്ടാണ് കേട്ടോ വെട്ടേണ്ടത്. ഈ നൈറ്റി ആണെങ്കിലും കുർത്തി സ്റ്റൈലിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല എ ലൈനായിട്ട് തന്നെ വെട്ടുക. കുറച്ച് തുണി നമ്മൾ സൈഡിൽ പോകണതിൽ വിഷമം തോന്നണ്ട, എങ്കിലാണ് ഇത് നമ്മൾ തയ്ച്ച് ഫിനിഷായി വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ സ്ലീവിൽ നമുക്ക് ഇങ്ങനെ ഒരു പീസ് എന്തായാലും ജോയിൻറ്റ് വന്നിട്ടുണ്ട്. ഹാഫ് സ്ലീവാണ് വേണ്ടത്. ഒരു 11 ഇഞ്ച് വേണമെങ്കിൽ ഇത് നമ്മൾ വിചാരിച്ചത്രയും. ചില നൈറ്റികൾ നമ്മൾ ബിറ്റ് എടുക്കുമ്പോൾ അതിൽ ചില നൈറ്റികൾക്ക് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെ വീതി കുറവ് തോന്നാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഈവനായിട്ട് വരാറില്ല, അതായത് ഒരേ ലെവലിൽ കിട്ടാറില്ല. ചിലത് കോണായിട്ട് കിട്ടും. അപ്പം നമുക്കത് കറക്റ്റ് ചെയ്യുമ്പോൾ മിക്ക തുണികൾക്കും നമുക്ക് അങ്ങനെ ഒരു ഇത് വരാറുണ്ട് ചിലത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ ഒരു ലേസ് വെച്ചിട്ടുള്ളൊരു ഡിസൈനായിട്ടോ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ. പിന്നെ ഈ ഒരു നൈറ്റി ഒരു കുർത്തി സ്റ്റൈലായതുകൊണ്ട് ഫ്രണ്ടിൽ പടി വെച്ചിട്ടില്ല കേട്ടോ. പടി വയ്ക്കാൻ നമ്മൾ ഈ ഒരു ലേസിൻ്റെ ഒരു ഇതാണ് കൊടുക്കുന്നത്. വീതി കൂടിയ ലേസ് ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ അളവിൽ കൊടുത്താൽ മതി കേട്ടോ. ഒരു വി ഷേപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൈക്കുഴിയിൽ നിന്ന് ഒരു 6 ഇഞ്ചും കഴുത്തിൽ നിന്ന് ഒരു 7.5 ഇഞ്ചും അകലം വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്താണ് ആ ഒരു ഷേപ്പ് ചെയ്തത്. നിങ്ങൾക്ക് ഇത് വരച്ചെടുക്കാമെങ്കിൽ വരച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ നമ്മൾ ഷേപ്പ് കൊടുത്തിട്ടുള്ളത് 14 ഇഞ്ചാണ്. നമ്മൾ നൈറ്റി വെട്ടുമ്പോൾ ഷേപ്പ് കൊടുത്തിട്ടുള്ളത് 14 ഇഞ്ചാണ്. ആ 14 ഇഞ്ചിൻ്റെ താഴോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു ഭംഗി ഉണ്ടാവില്ല നമുക്ക് തയ്യൽ കഴിഞ്ഞ് കഴിയുമ്പോൾ. ഇനിയിപ്പോൾ ഇതിൽ ഇൻവിസിബിൾ സിബ് വേണമെങ്കിൽ പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ സിബ് പിടിപ്പിക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിത് തുണി വെച്ചിട്ടാണ് നമ്മൾ കഴുത്തിൽ പിടിപ്പിക്കുന്നത്, ക്യാൻവാസ് അല്ല. അപ്പോൾ ക്യാൻവാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കറക്റ്റ് 3 ഇഞ്ചാണ് നമ്മൾ കഴുത്തകലം കൊടുത്തിട്ടുള്ളത്. ഈ കഴുത്തകലം 3 ഇഞ്ചിനെ കറക്റ്റ് കിട്ടും. പക്ഷെ തുണിയിലാണെങ്കിൽ നമ്മളൊരു 1/2 ഇഞ്ച് മാറ്റി ഇതുപോലെ ചേർത്ത് തയ്ച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് കഴുത്തകലം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. കഴുത്തകലം എടുക്കുന്ന ആ സമയത്ത് നമ്മൾ തുണി വെച്ച് മറിച്ചിട്ടാണ് കഴുത്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടുന്ന സമയത്ത് എപ്പോഴും 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം തുണി വെട്ടാനായിട്ട്. ഇതിപ്പോൾ 3 ഇഞ്ച് തന്നെയാണ് ഞാൻ തുണി കഴുത്തകലം എടുത്തിട്ടുള്ളത് വെട്ടിയപ്പോൾ. കാരണം ഈ ആൾക്ക് വൈഡ് നെക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. ക്യാൻവാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അകലം ക്യാൻവാസിലാണ് നമ്മൾ വെട്ടി തേച്ച് പിടിപ്പിക്കുന്നതും മറിച്ചിടുന്നതും. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു അളവിൽ നമുക്ക് കഴുത്ത് കിട്ടും. ഇതിപ്പോൾ നമ്മുടെ കഴുത്ത് കറക്റ്റായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. കുറച്ച് വീതി കൂട്ടിയാണ് നമ്മൾ കഴുത്തിൽ ആ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് വീതി കൂട്ടി നമ്മളിങ്ങനെ ഈ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ആ ഒരു കുർത്തിയുടെ ഫിനിഷിങ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ബാക്കിൽ എനിക്കൊരു അബദ്ധം പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറ്റ് തുണി തന്നെ വെച്ച് ബാക്കിൽ നമ്മൾ അത് ഇതുപോലെ ക്രോസ് പീസാക്കി തയ്ച്ച് പിടിപ്പിക്കുകയും ചെയ്ത് നമുക്ക് ആ സൈഡിൽ നിന്ന് കിട്ടിയ തുണി അങ്ങനെ ചെയ്യായിരുന്നു. കുറച്ചുകൂടി തുണി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ധൃതി വെച്ച് പെട്ടെന്ന് ഞാൻ തയ്ച്ചെടുത്തപ്പോൾ അതിൽ തന്നെ അങ്ങോട്ട് തയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ സെയിമായിട്ടുള്ള തയ്ച്ച് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് തയ്ച്ചെടുക്കുമ്പോൾ ഈ ഒരു ബാക്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും ആ സെയിം കളർ കൊടുക്കലാണ് കുറച്ചുകൂടി ഭംഗി കൂടുതലുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ തയ്ച്ച് ഉള്ളിലും മറിച്ചിടുമ്പോൾ അത് കാണുമൊന്നുമില്ല. എങ്കിലും തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിൽ ക്രോസ് പീസ് എടുത്തിട്ട് ചേർത്ത് വയ്ക്കുക. അപ്പോൾ നല്ല വശം ചേർത്ത് വയ്ക്കുക കേട്ടോ. ഇങ്ങനെ കഴുത്ത് വെച്ച് മറിച്ചിടുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, വിശദമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിലുള്ള കഴുത്ത് ഞാൻ പകുതി വെച്ച്, അതായത് 2 ഇഞ്ച് ഇറക്കിയാണ് കേട്ടോ നേരത്തെ തയ്ച്ചത്. കാരണം ഇവിടെ നമ്മൾ ഈ മറിച്ചെടുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്തത്. എന്നിട്ട് നമ്മൾ തയ്യൽ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒന്ന് തയ്ച്ച് ഒരൊറ്റ തയ്യലിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 2-3 തയ്യലിട്ട് കൊടുക്കണം കേട്ടോ ഷോൾഡർ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ. അപ്പോൾ ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞ് നമ്മളിതേ ഇതുപോലെ ഒന്ന് അങ്ങോട്ട് നിവർത്തി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഷോൾഡർ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ
ഇതിൻ്റെ നമ്മൾ കഴുത്ത് പിടിപ്പിക്കുന്ന വിശദമായിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ എല്ലാ ഇതും കഴിഞ്ഞു. കറക്റ്റ് ഇനി 2 സൈഡും യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഈ നൈറ്റിക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുർത്തിക്കൊക്കെ ബാക്കിൽ ടക്ക് കൊടുക്കൂലേ, അപ്പോൾ ആ ബാക്കിൽ ആ ഒരു ലൂസ് പോലെ ഇരിക്കുന്ന ആ ഒരു ഇത് നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടിരിക്കും നമ്മൾ ടക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എപ്പോഴത് ഒരു ഭംഗിയായിട്ട്. സാധാരണ നമ്മൾ നൈറ്റിക്കൊന്നും ടക്ക് കൊടുത്ത് കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ 1-2 പേര് എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് കേട്ടോ ടക്ക് ഇടണമെന്ന്. ചെറിയ കുട്ടികളാണ്, അവരിങ്ങനെ പ്രഗ്നൻസിയുടെയൊക്കെ സമയത്താണ് അവർ നൈറ്റി യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്കിതുപോലെ കുർത്തി സ്റ്റൈലിൽ നൈറ്റി വേണമെന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ ഇതുപോലെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ട് അവർ ടക്ക് ഇടിച്ച് എന്നെ ഇതുപോലെ ഞാൻ ഒരുപാട് കുട്ടികൾക്ക് അങ്ങനെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഞാനും ഓർത്ത് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ അതുപോലെ ഞാൻ ആ ഒരു സ്റ്റൈലിൽ തന്നെ കേട്ടോ ഇതും തയ്ക്കണത്. ഇതും ഇവള് ആവശ്യപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ തയ്ച്ച് കൊടുക്കണത്. അപ്പോൾ ടക്കിടുന്ന 14 ഇഞ്ച് അവിടെ നമ്മളൊരു പോയിൻ്റ് കൊടുത്തു. ആ പോയിൻറ്റിൽ നിന്ന് താഴോട്ടൊരു 4 ഇഞ്ച്, മുകളിലോട്ട് അതുപോലെ തന്നെ 4 ഇഞ്ച് കൊടുക്കുക. അതാണ് ടക്കിൻ്റെ ഒരു അളവ്. പിന്നെ പല അളവിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. ഹൈറ്റ് കുറഞ്ഞവർക്ക് ഒരു 3.5 ഇഞ്ചോ അല്ലെങ്കിൽ 3 ഇഞ്ചൊക്കെ എടുത്താൽ മതി. നമ്മളിപ്പോൾ ഇത് ഹൈറ്റുള്ള കുട്ടിയായതുകൊണ്ട് നമ്മൾ 4 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് 2 സൈഡിലേക്ക്. ഇവിടെ നമ്മൾ നൈറ്റ് കൃത്യമായിട്ട് മടക്കി വയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലില്ലാതെ മടക്കി വെച്ചതിന് ശേഷം 4 ഇഞ്ച് അകത്തി കണ്ടോ, 4 ഇഞ്ച് അകലം ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ആ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് 4 ഇഞ്ച് അകത്തിയാണ് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ അപ്രവശം ഇപ്പോൾ ടക്കിട്ട വീഡിയോ ഇതിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നൈറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നൈറ്റി ആർക്കൊക്കെ ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാം കേട്ടോ. ഏത് പ്രായത്തിലുള്ളവർക്കും ഇടാം. നല്ലൊരു സ്റ്റൈലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ നൈറ്റി. എപ്പോഴും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് കസ്റ്റമർ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് തയ്ച്ചതാണ്. അപ്പോൾ ഞാൻ ചെറിയ പിള്ളേരൊക്കെ എനിക്ക് തയ്ക്കാൻ തരുമ്പോൾ ഞാൻ അവരോട് പറയും ഇങ്ങനെ തയ്ക്കട്ടെ എന്ന് ചോദിക്കും. നല്ല ഭംഗിയാണെന്ന് പറയും. അപ്പോൾ മിക്കവർക്കും ഞാനിങ്ങനെ തയ്ച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു ഫിനിഷിങ്, നല്ലൊരു കുർത്തി ഇടുന്ന പോലെ തന്നെയാണ് കേട്ടോ ഈ നൈറ്റി ഇടുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളിലേക്കാക്കി ആ നെക്കിൻ്റെ ആ ഭാഗത്ത് ഞാനൊരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ആ വൈറ്റ് തുണി കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഞാൻ ഒരു സ്റ്റിച്ച് കൂടി അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ പുറത്തേക്ക് ഇത് ചെയ്ത് കാണില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ വിശദമായിട്ട് ടക്ക് ഇടുന്നതോ അതുപോലെ കഴുത്ത് മറിച്ച് ഇടുന്നതായിട്ടുള്ള വീഡിയോകളോ വിശദമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.